നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 റിവ്യൂയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് റിവ്യൂ എന്ന് പറയാനായിട്ട് അതിലൊന്നുമില്ല. അവരവിടെ ഈ ഉല്ലാസയാത്രയ്ക്ക് വന്ന പോലെ അവരവിടെ സമാധാനപരമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർ കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നു, ഇത്രയൊക്കെയുള്ള വേറൊന്നുമില്ല. എപ്പോഴെങ്കിലും വല്ല പൈസയുടെ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അത് കളിച്ച് കുറച്ച് കാശ് മേടിച്ച് അക്കൗണ്ടിലിടുന്നു, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഇനി പൈസയുടെ ടാസ്കൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. ഇനി പൈസ കുറയ്ക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ 41-42 രൂപയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലും വില കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ GSTയും ടാക്സും TTS ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 10-23 രൂപ കിട്ടും. ഫസ്റ്റ് പ്രൈസ് മേടിച്ച ആൾക്ക് 10-23 രൂപ കിട്ടും. കുഴപ്പമില്ല, വെറുതെ കിട്ടണതല്ലേ. പിന്നെ അവിടെ അത്രയും ദിവസം 100 ദിവസം നിന്നതിൻ്റെ പൈസയും കിട്ടില്ലോ. അപ്പോൾ അത് റെമണ്ടേഷൻ കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ 4 ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇനോഗ്രേഷനൊക്കെ കിട്ടുമ്പോൾ കാശുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പറയാൻ വന്നത് അതൊന്നുമല്ല. നമ്മളിന്ന് പറയാൻ വന്നത് ആകെയുള്ളൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇന്നലെ അനീഷ കൊടുത്തതാണ്. അനീഷ് കൊടുത്ത കണ്ടൻറ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ കണ്ടൻറ്റ് ഇല്ല. എന്താണ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ പ്രേമത്തിനെ കുറിച്ചും ഇവരെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ട് വീഡിയോ, മിനിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇവർ തുടങ്ങിയപ്പോൾ തൊട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ ഒരു അവസാനം ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. അതിപ്പോൾ നമുക്ക് കാണാൻ പോണത് ഇന്നായിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് അനുമോളോട് കല്യാണ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അനീഷേ, നിനക്ക് നിൻ്റെ തലയിൽ ആൾതാമസമില്ലേ? നിന്നെ വെറുതെ അല്ല അതിൽ ഏത് നേരം നിന്നെ പോട്ടനാണെന്ന് പറയണത്. നിനക്ക് നാണം ഉണ്ടറാ? നീ തൃശ്ശൂരിൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ടാണോ നീ ബിഗ് ബോസിൽ പോയത്? നിനക്ക് ഒരു പണിയും ജോലി ഇല്ലാണ്ട് നീ തെണ്ടി നടക്കുന്ന ആളല്ലേ നീ? ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ജോലി നീ ചെയ്യുമോ? നീ ഒരു കൃഷിക്കാരനാന്ന് പറഞ്ഞു. നീ ഇന്നവരെ കൃഷി നിനക്ക് എന്താണെന്ന് അറിയാം? നിനക്ക് PSC എഴുതിയിട്ട് മാഷായിട്ട് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. നിനക്ക് ജോലി എന്താണെന്ന് അറിയാം? മാഷന്മാരുടെ ജോലി എന്താണെന്ന് നിനക്കറിയാം? അതും അറിയില്ല. വേണ്ട, ഒരു ഭർത്താവിൻ്റെ ജോലി എന്താണെന്ന് അറിയാം? ഒരു ഭാര്യനെ നിനക്ക് കിട്ടി, അതിനെ നീ ആ ഭാര്യ നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പണിക്ക് പോയി, അത് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആ ഭാര്യ നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് പരസ്പരം ഒരു ധാരണയില്ലായ്മ വന്നു, ഒത്തുപോകാൻ പറ്റില്ല എന്ന് കണ്ടു, അപ്പം ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞു. നീ രണ്ടാമത്തെ കല്യാണം. അനുമോള് 10-30 വയസ്സ് കഴിഞ്ഞാലും അവൾ ആദ്യത്തെ കല്യാണം. അനുമോളെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 10 രൂപ ഉണ്ടാക്കി വീട് പണിതു, കാറ് മേടിച്ചു. അവളുടെ സ്വന്തം അധ്വാനത്തിലും ബുദ്ധിയിലും ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു ആളാണ് അനുമോള്. നമ്മൾ ഒരുപാട് കുറ്റം പറയും അനുമോളെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അവരെ സ്ട്രാറ്റജി. ഒരു TV ഷോ ആകുമ്പോൾ അവർക്ക് അവരുടേതായുള്ള പോളിസി ഉണ്ടായിരിക്കാം, അവർക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. അവർ കാശ് PR ഒക്കെ കൊടുത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടൊക്കെ അനുമോൾക്ക് ഉണ്ടാവാം. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനുമോളുടെ ലൈഫ് സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അനുമോളുടെ ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് നമ്മുടെ കുടുംബം ഇതുപോലെ നോക്കാനും പിടിക്കാനും പറ്റില്ല. അപ്പോൾ അനുമോളെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് അവരുടെ കുടുംബത്തിൽ എന്നും ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലക്ഷങ്ങൾ സമ്പാദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് സിനിമ സീരിയൽ എന്ന് പറഞ്ഞ് ഇതുപോലെ വന്നിട്ട് അത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കിയ ജീവിതം നിൻ്റെ പ്രേമാഭ്യർത്ഥന അതങ്ങോട്ട് അംഗീകരിച്ച് നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അതങ്ങോട്ട് പോവാണെന്ന് വിചാരിച്ചാൽ നീ അതാ പറഞ്ഞ മൂടറിഞ്ഞ് കളിക്കുക അനീഷേ. നീ നിൻ്റെ മൂഡ് മനസ്സിലാക്കുക ആദ്യം. നീ ആരാണെന്ന് നീ മനസ്സിലാക്കുക ആദ്യം. നീ ഇവിടെ വന്നപ്പോൾ ആരാണെന്ന് മനസ്സിലാക്കുക. നീ ഇപ്പോൾ ആരാണെന്ന് മനസ്സിലാക്കുക. നിനക്ക് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇന്ന വരെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല. നീ വെറുതെ വന്ന് കിടന്ന് ഓളിയിട്ട് കുറേ ഇല്ലാത്ത കാര്യങ്ങളിൽ വള്ളി പിടിച്ച് ഇതുപോലെ ഉടായ്പും കാണിച്ച് തട്ടിപ്പും കാണിച്ച് ഞാനൊരു വലിയ എഴുത്തുകാരനാണ്, ഞാൻ വലിയ കൃഷിക്കാരനാണ്, ഞാൻ സാധാരണക്കാരനാണ്, എന്നെ തൊട്ട് കളിക്കണ്ട, ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ മാറ്റണം, വന്ന് എല്ലാവരും ഒരു കയ്യകലം നിർത്തി ഷാനവാസിൻ്റെ തോളത്ത് കൈയിട്ടു. അത് കഴിഞ്ഞപ്പോൾ നീ പ്രേമത്തിലേക്ക് വേണ്ടിയിട്ട് നീ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, നിനക്ക് നാണമുണ്ടടാ? നിനക്ക് നിൻ്റെ മൂടറിഞ്ഞ് കളിക്കടാ നീ. മുമ്പ് തന്നെ നിങ്ങൾ രണ്ടുപേരും 2 കാസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ കാസ്റ്റും കാര്യങ്ങളും നോക്കണ്ട. പ്രേമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുക, അതൊന്നും പ്രശ്നമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്നെപ്പറ്റി ഒരു കല്യാണം കഴിക്കാൻ നിനക്ക് ഇനി യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം ഫെയിലിയർ ആയാൽ ആ ബന്ധം
പിന്നെ നീ എത്ര ഏച്ച് കൂട്ടിയാലും നീ എത്ര കല്യാണം കഴിച്ചാലും അത് സ്മൂത്തായി പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഫസ്റ്റിലൊരു കല്യാണം കഴിച്ചാൽ അത് കൊണ്ടു നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പൊക്കോളും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് ഒഴിവാക്കാണ്ട് പോയാൽ ഞാൻ നല്ലതാണ്. അതൊക്കെ ഒഴിവാക്കി വീണ്ടും ഒരു കല്യാണം കഴിച്ചാൽ അത് ആണിനായാലും പെണ്ണിനായാലും പിന്നെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങടും ചാടി ഇങ്ങടും ചാടി മറ്റോടും ചെയ്ത് കിണ്ണത്തിൻ്റെ പക്കത്ത് കണിമണി വെച്ച പോലെ അതൊന്നും നേരെ ചുവയാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബിഗ് ബോസിന് കണ്ടൻറ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമമില്ലാണ്ട് ബിഗ് ബോസ് ആകെ കഷ്ടത്തിലായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് നീൻ്റെ ഈ അഭ്യർത്ഥന കേട്ടത്. ഈ അഭ്യർത്ഥന കേട്ടതോടുകൂടി ബിഗ് ബോസ് ആകെ ഉണർന്ന് പ്രവർത്തിച്ചു. അവരെന്താ ചെയ്തത്? വേഗം നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു വന്നു. ഒരു പ്രമോലൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് പ്രേമത്തിൻ്റെ കാര്യം പറയണത്. അനുമോള് ചെറുക്കിന്, അനുമോള് നാണിക്കിന്, ഇതൊക്കെ കുറേ പ്രമോള് കുറേ ഏതൊക്കെയോ ഷോട്ടുകൾ വെട്ടിയിട്ടിട്ടാണ് അവർ ചെയ്തു നോക്കണത്. അനുമോള് പറയത്രേ ഉള്ളൂ, എൻ്റെ അനീഷേട്ടാ, ഞാൻ അനീഷേട്ടനെ ഒരു ചേട്ടനായിട്ടാണ് കണ്ടുപോകുന്നത്. ഒരു ഭർത്താവായിട്ട് അനീഷേട്ടനെ കാണാൻ കൊള്ളില്ല. അതുപോലെ തന്നെ ഒരു ചേട്ടനായിട്ട് കാണാൻ പോലും കൊള്ളില്ല. പക്ഷെ നമ്മൾ വെക്കുന്നത് മാത്രം. നീ ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരാളാന്നുള്ളത് പുറത്തുള്ളവർക്ക് അറിയാം, അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയാം. പക്ഷെ നമ്മൾ മുഖത്തൊക്കെ അത് പറയണില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു ചേട്ടൻ എന്തായാലും ഒരു അനിയത്തിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചേട്ടൻ അനിയത്തിയാവാനായിട്ട് ഒരു വയറ്റിൽ നിന്ന് തന്നെ പ്രസവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അവിടെ അനുമോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇവൻ നീറ്റം മണപ്പിച്ച് നടക്കുകയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ല മനസ്സിലായത്. ഇവൻ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ 2 കയ്യകലം നിർത്തുന്ന ആളാണ്. ഈ അനുമോളിലെ പിന്നാലെ ഇവൻ നീറ്റം മണപ്പിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അത് ഒരു സ്ട്രാറ്റജിയും അല്ല, അതൊരു ഗെയിമും അല്ല, ഒന്നുമല്ല. അത് പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തണക്ക് എടുക്കുന്നതും. അപ്പോൾ ഒരു പ്രേമം, സ്നേഹം, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പണിയെടുക്കാണ്ട് ജീവിക്കാമല്ലോ. അനുമോള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവരെ നല്ല സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ അത് കൊണ്ടുവന്നോളും. അപ്പോൾ അവന് അങ്ങനെയും ബുദ്ധിമുട്ടുണ്ട്. അവന് പണിയെടുക്കാൻ ഭയങ്കര മടിയനാണ്. ഇവനാകെ പണി എന്താ വെച്ചാൽ കുറേ കടലാസും കൊടുത്ത് അവൻ്റെ ഒരു റൂമിൽ ഇരുത്തുക. അവൻ കുറേ എഴുതും, പിച്ച് പൊളിച്ച് കളയും, പിന്നെ എഴുതും, പിച്ച് പൊളിച്ച് കളയും. അതാ കാലത്തൊട്ട് വൈകുന്നേരം അവൻ്റെ പണി. ഇവൻ്റെ വിചാരം ഇനിയിപ്പോൾ അവന് MT വാസുദേവൻ നായരോ അല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ എഴുത്തുകാരെ പോലെ ഇവന് വലിയ പുസ്തകങ്ങളൊക്കെ ഇറക്കണം, അതിൽ തകഴീര പോലെയൊക്കെ ആവണം, ചെമ്മീൻ പോലെ ഒരു സിനിമ എഴുതണം, അതിൽ മോഹൻലാൽ നായകനായി അഭിനയിക്കണം. വലിയ വലിയ മോഹങ്ങളാണ്. പക്ഷേ നീ ഇതോടുകൂടി തീർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ പ്രേമം പറഞ്ഞോട് കൂടിയിട്ട് നീ ശരിക്കും ബിഗ് സീറോ ആയി. നീ ചിലപ്പോൾ 100 നിൽക്കാനും 50 നിൽക്കാനും അതിൽ നിന്ന് നീ 0 ആയിട്ട് വന്നു. ഈ അവസാന നിമിഷത്തിൽ ഏതെങ്കിലും ആൾ പ്രവർത്തിക്കാനാണോ നീ ചെയ്തത്? ഇത്രയും അനുമോളാകെ ഞെട്ടിപ്പോയി. എന്താണ് 1072 ക്യാമറ, അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾ, അവളുടെ ബന്ധുക്കാർ, അവളുടെ അച്ഛൻ, അമ്മ, അനിയത്തിമാർ, അതുപോലെ തന്നെ ഈ അനുമോളെ കാണുന്ന ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ, 2-2.5 കോടി ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അനീഷേട്ടാ അനീഷേട്ടനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിന്നോട് പ്രേമം പറയുമെന്ന് വിചാരിച്ചാൽ അതൊക്കെ നീ ഇതൊക്കെ ഒരുത്തിനും വലിയ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിരാഷ്ട്രത്തിനൊക്കെയാണെങ്കിലേ പറയണത്. ബിഗ് ബോസ് 5 കൊല്ലം പഠിച്ചു വന്ന ആളല്ലേ. നിനക്ക് നാളെന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാ? അതില്ലല്ലോ അല്ലേ. നാണില്ലാത്തവൻ്റെ ഊരലൊരു ആലുമുണച്ച് അതവനൊരു തണലായി കൊണ്ടു നടക്കണവനാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് അവനതില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അനുമോൾക്ക് കുറച്ച് നാണുണ്ട്, കുറച്ച് വിവരമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ടാകും കുട്ടിക്ക്. അതുകൊണ്ട് ലോകത്ത് നീ എവിടെ പോയി നീ പെണ്ണാലോചിച്ചാൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് കിട്ടും. നീ പേടിക്കണ്ട. അത് അനുമോളെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നീ ഇപ്പോൾ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് ഇറങ്ങല്ലേ, അപ്പോൾ നീക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും ചിലപ്പോൾ. അതിൽ നീ ഒരു വിഷമം വിചാരിക്കണ്ട. പക്ഷേ മത്സരാർത്ഥിനെ തന്നെ നീ പ്രേമാഭ്യർത്ഥന നടത്തിയതും കല്യാണം ആലോചിച്ചതും നീ എനിക്കൊരു മണ്ടനായ കാരനാ. നീ ശരിക്കും പറഞ്ഞ ഒരു കിഴങ്ങനാ. നിന്നെ അനുമോള് ഇല്ലിത്തുമ്പത്ത് കയറ്റിയതാ. നിന്നെ കാണുമ്പോൾ അങ്ങനെ ഓരോ നമ്പറുകളൊക്കെ ഇട്ട് തന്ന് അനുമോൾ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആതിരോടും നൂറോടും എനിക്ക് അനീഷിനോടൊന്നുമില്ല. നിങ്ങൾ ആതിര ചോദിച്ചിട്ടുണ്ട്, അല്ല അനുമോളെ നീ ശരിക്ക് നമ്മുടെ അനീഷിനെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു, നിങ്ങൾ തമ്മിൽ നിനക്കൊരു പ്രാന്തണ്ടടി. എനിക്ക് അനീഷിനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നുക ഓരോ നമ്പറുകളൊക്കെ ഇട്ട് കൊടുക്കണതാണ്. അല്ലാണ്ട് അനീഷായിട്ട് പ്രേമം നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിച്ചത്. അപ്പോൾ മോള് ഇല്ലിത്തുമ്പത്ത് കയറ്റിയത് ഈ മണ്ടൻ യഥാർത്ഥ സ്നേഹമാണ്, പ്രേമമാണ്, അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പങ്കാളി ആവാനായിട്ട് വിളിച്ചു. അതിലൊന്നും തെറ്റൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം?
എനിക്കും വേണമെങ്കിൽ പോയിട്ട് ജീവിത പങ്കാളി ജയഭാരതിനെ എനിക്കിഷ്ടമാണ്, എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ എനിക്കും ചോദിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും നമുക്ക് കല്യാണം ആലോചിക്കാം, പ്രേമാഭ്യർത്ഥന നടത്താം. അതിനൊന്നും ആരും കുറ്റം പറയണമെന്നില്ല. പക്ഷെ നമ്മളൊക്കെ മൂഡ് നോക്കി കളിക്കണമെന്ന് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിച്ച് ടോപ്പ് 5 വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ സെക്കൻഡിനെങ്കിലും നിൽക്കാൻ പറ്റാവുന്ന ഒരു മത്സരാർത്ഥി ഇങ്ങനെ ഒരു നാരിതരം ചെയ്ത്, ഇങ്ങനെ ഒരു ചെറ്റതരം ചെയ്ത് എന്തായാലും ഇപ്പോൾ ബിഗ് സീറോ ആയിട്ട് എന്തായാലും നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞത്. നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കേട്ട കഥയാണ്, നിങ്ങളെല്ലാവരും കേട്ട കഥയാവും, പക്ഷെ അവസരത്തിന് ചോദിച്ച കഥയാണെന്ന് പറഞ്ഞത്. പണ്ട് ഒരു കുറുക്കൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോബിയുടെ ഒരു അലക്കാരൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ എന്തുണ്ടായി, ഉജാലയിൽ വീണു. ഇതിന് ഉജാല ബ്രാൻഡിനുണ്ടല്ലോ, ഉജാലയിൽ വീണപ്പോൾ ഒരു നീല കളറായി. അപ്പോൾ കാട്ടിൽ ചെന്നപ്പോൾ കാട്ടിലത്തെ സിംഹങ്ങളൊക്കെ പേടിച്ചു. ഇത് എൻ്റെ പോലെ ഇത് എന്തുട്ട് സാധനം അത്, ഇങ്ങനൊരു മൃഗം. അപ്പോൾ മൂപ്പര രാജാവാക്കി, മൂപ്പര സിംഹം വരെ അതിൻ്റെ താഴെയായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ കുറുക്കന്മാരും ഓലി ഇടുന്ന നേരത്ത് മൂപ്പര ഓലിയിട്ടു. അപ്പോഴല്ലേ സംഗതി മനസ്സിലായത്, സിംഹത്തിന് മനസ്സിലായത്, ആഹാ ഇത് കുറുക്കൻ തന്നെ ഉണ്ടല്ലേ, ഇവന് നീല കളർ വന്നാണ്, നീലക്കുറുക്കനല്ലേ എന്ന്. അപ്പം തന്നെ ആ കുറുക്കനെ പിടിച്ചു തന്നു. അതേപോലെ തന്നെ നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. നീ കുറുക്കനാന്നുള്ളത്. നീ പെണ്ണുങ്ങളെ ഈറ്റം മണപ്പിച്ച് നടന്ന് പ്രേമാഭ്യർത്ഥന നടത്തുന്ന നീ ഒരു കുറുക്കനാന്നുള്ളത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലായത്. ജനങ്ങൾ ഇനി നിന്നെ തിന്നോളും, അതാ നിനക്ക് നല്ലത്. ജനങ്ങൾ നിനക്ക് ഇനി ഓട്ടൊക്കെ ചെയ്ത് നിൻ്റെ വയറും പള്ളവയറൊക്കെ വീർപ്പിച്ച് തരും. നീ അവിടെ വലിയ സ്ട്രാറ്റജിയും കളിച്ച് വാനനിരീക്ഷണം നോക്കി വലിയ കാര്യങ്ങളൊക്കെ വള്ളിയൊക്കെ പിടിച്ച് വലിയ അനുമോളുടെ മൂടും താങ്ങി നടന്നല്ലോ. നിനക്ക് അല്ല അസലിൻ്റെ 8ൻ്റെ പണി 7ൻ്റെ പണി കിട്ടിയില്ലേ? ഞാൻ പറയാൻ ഇവനൊക്കെ ആദ്യമേ പിടിച്ച് പുറത്താക്കണ്ടായിരുന്നേ. ഇവനൊക്കെ ഇത്രയും വളരാനായിട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അടിവേര് വരെ എത്തി. ഇനിയിപ്പോൾ വേര് പളച്ച് കളയാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെപ്പോഴും തൂത്തേറി കളയാം, ഈ മണ്ട ശിരോമണിയെ. അത് നമുക്ക് പറയാനുള്ളൂ. വെറുതെ തൃശ്ശൂരിൻ്റെ മാനം കെടുത്താനേ ഓരോ തേങ്ങകൾ ഇങ്ങനെ ബിഗ് ബോസിക്ക് വന്നിട്ട് മനുഷ്യന് പാറ്റം തിരിക്കാന്നേ. എന്ത് പറയണത് ഇത്? ഇപ്പോൾ തേങ്ങയുടെ മൂള് ഇവനിനി ഇപ്പം എന്ത് ചെയ്യുക? ഇവനിനി പുറത്തിറങ്ങുമ്പോൾ അവനിനി പല കവളം മുടക്കം അടിക്കാൻ അവനെ. അതുപോലെ ഇനി ഇവൻ്റെ പരിപാടി കേട്ട് കഴിഞ്ഞാൽ ഈ ഈറ്റം മണപ്പിച്ച് നടക്കാന്ന് പെണ്ണുങ്ങളെ. ഇവന് വേറെ പണി ജോലിയൊന്നുമില്ലേ? ഇവൻ്റെ ഒരു അന്തസ് ഇവൻ കളഞ്ഞ് കുടിച്ചില്ലേ? ഇവൻ്റെ കുടുംബക്കാരനെ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുക? തലകൂടെ മുണ്ടിടേണ്ട വരില്ലേ? ഇപ്പോൾ അമ്മാവത്യത്ര നടത്തി നോക്കണത് സഹ മത്സരാർത്ഥിയോട്. അതെന്താ +2 പഠിക്കുന്ന കാമുകന്മാരല്ലേ, ചിരിക്കാൻ നല്ലത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യുക, എന്തെങ്കിലും ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബിഗ് ബോസ് ഷോ ഒക്കെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി കണ്ടൻറ്റിന് നമ്മുടെ ബിഗ് ബോസ് ഷോ ഇനി അടുത്ത മാർച്ചിൽ തുടങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാർച്ചിൽ പിന്നെ നമുക്ക് ബിഗ് ബോസ് ഷോ ആയിട്ട് വരാം. അതുവരെ നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.